ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സ്റ്റോറിയിൽ കേൾക്കാൻ ശ്രമിക്കാം. ഒപ്പം എൻ്റെ ഒപ്പം എന്ത് ചെയ്യാം, സഞ്ചരിക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാം. കണ്ണടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ? ചില ആൾക്ക് അത് പ്രശ്നമുള്ള ആളുകളുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയില്ലാത്ത ആളുകൾക്കൊന്ന് കണ്ണടയ്ക്കാം. ഇനിയിപ്പൊ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവാം എല്ലാവരും മനസ്സിൽ കരുതുക. ഇപ്പൊ നമ്മളിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റോഡ് ഏതാണോ ആ ഒരു റോഡിൽ നിൽക്കാം. നിങ്ങളുടെ വീടിനടുത്തുള്ള റോഡാവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇമാജിനേഷനിലുള്ള ഒരു റോഡാണെങ്കിൽ അതാണെങ്കിലും മതി. നിങ്ങളൊരു റോഡിൽ നിൽക്കുക. ഓക്കെ. നിങ്ങൾ ആ റോഡിനൊപ്പം എല്ലാ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഒപ്പം നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാണണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് നടക്കുന്നത്, ഗ്രൂപ്പായിട്ടല്ല നടക്കുന്നത്. ഓരോ ആളുകളും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നിങ്ങൾ മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ സൈഡിൽ ഒരു ഓഡിറ്റോറിയം കാണുന്നു. ഇപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു കല്യാണ വണ്ടി കാണുന്നു. അതിൽ നിന്നൊരു വ്യക്തി, കല്യാണത്തിനൊക്കെ റെഡിയായിട്ടൊരു വ്യക്തി, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്രൈഡ് നിങ്ങൾ കാണുന്നു. നല്ല വൃത്തിക്ക് കാണും ബ്രൈഡിനെ. നിങ്ങൾക്ക് കാറ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ കാറ് കാണാം. ബ്രൈഡിനെ നല്ലപോലെ നിങ്ങൾ കാണുന്നു. ബ്രൈഡിനൊരു ഫ്രണ്ടിലൊരു ഡ്രൈവർ ഉണ്ട് ആ കാറിൽ. ആ വ്യക്തിയെ നിങ്ങൾ നല്ലപോലെ കാണുന്നു. ബ്രൈഡിനെ ഒന്ന് മൊത്തത്തിലൊന്ന് കൃത്യമായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. വസ്ത്രം, മേക്കപ്പ്, തലമുടി, കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരാൾ സൈഡിലൊരു നിങ്ങളൊരു മാവ് കാണുന്നുണ്ട്. ആ മാവിൻ്റെ മുകളിൽ ഒരാൾ നിന്നിട്ട് മാങ്ങ പറിക്കുന്നുണ്ട്. കുറേ മാങ്ങയൊക്കെ താഴെ കിടപ്പുണ്ട്. താഴെ ഒരാളെന്ന് മാങ്ങയൊക്കെ പിറക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങയുണ്ട്. ആൾ മുകളിൽ നിന്നൊരു മാങ്ങ കഴിച്ചുകൊണ്ടാണ് ഈ മാങ്ങയൊക്കെ പറിച്ച് താഴെ ഇടുന്നത്. ആ ആളെയും ആ മാവും താഴെ നിന്ന് പിറക്കുന്ന ആളെയൊക്കെ നിങ്ങൾ നല്ല കൃത്യമായിട്ട് കാണുന്നു. ഒരല്പം കൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് മുറ്റമടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാം. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മുറ്റമടിക്കുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു വീട് കാണുന്നു. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിന്നിട്ട് മുറ്റമൊക്കെ നല്ല വൃത്തിക്ക് അടിക്കുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് മുറ്റമടിച്ച് കഴിഞ്ഞു. ഒരു ഇല പോലും അവിടെ ഇല്ല. ബാക്കി ഇങ്ങനെ മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉമ്മറത്തായിട്ട് ഒരു ചാരു കസേരയൊക്കെ കിടപ്പുണ്ട്. രണ്ടികൂടി ചാരു കസേര. ആ ചാരു കസേര ഒരാൾ ചാരി നിന്നിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് ഇനി എല്ലാവർക്കും കണ്ണുറക്കാം. ഇനി എൻ്റെ ചോദ്യങ്ങളാണ്, ഉത്തരം തരേണ്ടത് നിങ്ങളാണ്. ഒരു വ്യക്തിയെ കാണാൻ ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം നടന്നു വന്നു അല്ലേ? നടന്നു വന്നിട്ട് നമ്മൾ കല്യാണ വണ്ടിയിൽ ഒരു വ്യക്തിയെ കണ്ടു. ആരെയാണ് നിങ്ങൾ കണ്ടത്? ബ്രൈഡ്. ആരാ കണ്ടത്? ബ്രൈഡായിട്ട് നിങ്ങൾ ആരെയാണ് കണ്ടത്? എന്നെ തന്നെ കണ്ടു. ഫ്രണ്ടിനെ. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? പെൺകുട്ടി. എല്ലാവരും സെയിമാണ്. സെയിം ടിപ്പിക്കൽ പെൺകുട്ടി. ഓക്കെ. എങ്ങനെയാ കണ്ട ബ്രൈഡിനെ? എങ്ങനെയാ കണ്ട നിങ്ങൾ? ഗ്രീൻ കളർ സാരി. ഓക്കെ. ഗ്രീൻ എത്ര പേരുണ്ട്? ഗ്രീൻ കളർ സാരി. റെഡ് കളർ സാരി എത്ര പേരുണ്ട്? ഓക്കെ. സാരി അല്ലാതെ ഗൗൺ എത്ര പേര്? എന്താ കണ്ടേ? ഡ്രസ് എന്താ കണ്ടേ? സാധാ ലെഹങ്ക. ലെഹങ്ക. ഓക്കെ. വേറെ ഗൗൺ, ഓഫ് വൈറ്റ് സാരി. സാരി, ലെഹങ്ക, ഗൗൺ. ഇത് മൂന്നും അല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ട ആളുകളുണ്ടോ? പറഞ്ഞു. എന്തുകൊണ്ട്? ചെക്കനെയാ കണ്ടത്. കോട്ട് സൂട്ടും അല്ലേ? ഒരു പ്രശ്നമില്ല. ഞാൻ ബ്രൈഡെന്നല്ലേ പറഞ്ഞുള്ളൂ, വ്യക്തി എന്നല്ലേ പറഞ്ഞേ. പെണ്ണോ ചെറുക്കണോ എന്ന് പറഞ്ഞു ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ബാക്കി എല്ലാവരും പെൺകുട്ടികളല്ലേ കണ്ടേ? ഓക്കെ. ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? അല്ലേ? പെണ്ണിന് വരുന്നില്ല, ട്രാൻസ്ജെൻഡറിനെ കാണുന്നു. ഓക്കെ. ഒരു ഗേ ആയിട്ടുള്ള ഒരു പുരുഷനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? കണ്ടോ? കണ്ടു ആരെങ്കിലും? ഇല്ല. ഇതൊക്കെ പോട്ടെ. ഇതൊന്നും അല്ലാതെ
സാധാ ഒരു ചുരിദാറിട്ട് പെണ്ണിനെ കണ്ടാരെങ്കിലും ഉണ്ടോ? കോട്ടൺ സാരി. കൂടെ വേറെ പെണ്ണില്ല. ഞാൻ ആ പെണ്ണിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ഒറ്റ പെണ്ണിനെ കുറിച്ച് ചോദിക്കുന്നുള്ളൂ. നമ്മൾ കണ്ട കല്യാണം പെണ്ണെന്നല്ല ഞാൻ പറയുന്നില്ല, ആ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചേ ഉള്ളൂ. കല്യാണത്തിനോട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലേ? ഓക്കെ, അതൊക്കെ പോട്ടെ. ഫ്രണ്ടിൽ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിച്ചായിരുന്നോ? കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതാരാ? ഒരു സിനിമ നടനോ? ആ ഓക്കെ. പുരുഷനെ അല്ലാതെ കണ്ടാരേലും ഉണ്ടോ ഫ്രണ്ടിൽ കാർ ഓടിക്കാനിരിക്കുന്നിടത്ത്? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടന്നു. നമ്മൾ മുറ്റം അടിക്കുന്ന സൗണ്ട് കേട്ടല്ലേ? ആരാ മുറ്റം അടിച്ചോണ്ടിരുന്നേ? ഒരമ്മൂമ്മ. ആ, ഒരു ചേട്ടൻ തൂക്കുന്ന എല്ലാ ദിവസവും കാണുന്നുണ്ട്, അതുകൊണ്ട് ആ ചേട്ടനെ ഓർത്തു. അല്ലാതെ വേറെ ആരെങ്കിലും ചേട്ടന്മാരെ കണ്ടോ? അപ്പൂപ്പന്മാരെയോ ചേട്ടന്മാർ? ആരെ കണ്ടേ? അച്ഛനെ കണ്ടു. അച്ഛൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് കണ്ടു. അപ്പൊ ഇനിയും എന്റെ ചോദ്യം പിന്നെ നിങ്ങളോട് തന്നെ, നമ്മൾ ചിന്തിച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞപ്പോ അവിടെ നമ്മൾ കണ്ടത് ആരെയാ? ഒരു സ്ത്രീയെയാ കണ്ടത്. ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മൾ എന്തുവാ കണ്ടത്? ഗൗണ്, സാരി അല്ലെ? നമ്മൾ ഘോരം പറയില്ലേ ആളുകളോട്, എന്തിനാ കല്യാണത്തിന് ഇത്ര ആഡംബരം? പറയാറുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണത്തിന് എന്തിനാ ഇത്ര ആഡംബരം എന്ന് ചോദിക്കും. പിന്നെന്താ? സ്വർണം. ഇതൊക്കെ നമ്മൾ ടിപ്പിക്കലി നമ്മൾ കാണുന്ന കുറെ സാധനമാണ്. ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു പേര് പറയും. എന്താണെന്നറിയോ? ഇപ്പൊ ആ ഒരു വധുവായിട്ട് നിങ്ങൾ കണ്ടു, ഒരാളെ നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി, എന്നെ റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. നമ്മള് ഒത്തിരി നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെപ്രസെന്റേഷൻ എന്താണ്? വധു എന്ന് പറയുമ്പോൾ അല്ലെ? കല്യാണം കഴിക്കാൻ പോകുന്ന ചേച്ചി ചേട്ടൻ അല്ലെ? കല്യാണം കഴിക്കാൻ പോകുന്ന ചേച്ചി ചേട്ടനും അല്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനും നമുക്ക് സങ്കല്പത്തിലോട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചേച്ചിയും വരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ആണോ? ട്രാൻസ്ജെൻഡർ എന്ന് വരാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ മാറണ്ടേ? പിന്നെ അത് കഴിഞ്ഞൊക്കെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോയപ്പോ നമ്മൾ ഡ്രൈവറായിട്ട് കണ്ട ആരെയാ? ഏതോ ഒരു ചേട്ടൻ കാർ ഓടിക്കണം അല്ലേ? ഇന്ന് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോ ചേട്ടന്മാര് മാത്രമേ കാർ ഓടിക്കാറുള്ളൂ ആണോ? അല്ല. പിന്നെന്താ നമ്മൾ ചേട്ടന്മാരെ കണ്ട മിക്ക ആളുകൾക്ക് ഭൂരിപക്ഷം കണ്ട് ശീലിച്ചതാണ്. എക്സാക്ട്ലി, അതാണ് എന്റെ ഉത്തരം. ഇവിടെ അമ്മ മാങ്ങ പറിക്കാറുള്ളതുകൊണ്ട് മാത്രമാണ് ഒരാൾ അമ്മ മരത്തിന്റെ മുകളിൽ കയറി. ഞാൻ മരം കയറുന്ന ഒരു പെൺകുട്ടിയാണ്. അമ്മ മരം കയറാറുണ്ട്, മരത്തെ കയറി പഠിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അത്യാവശ്യം പറ്റുന്ന ഹൈറ്റിലൊക്കെ ഞാൻ കയറും. അപ്പൊ പെൺകുട്ടികൾ അങ്ങനെയൊന്നും കയറത്തില്ല എന്നല്ലേ അപ്പൊ നിങ്ങളോട് ഒരു ആൺകുട്ടിയെ കണ്ടതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആണോ? അല്ല. അതൊക്കെ എന്താണ് പ്രശ്നം? കണ്ട് ശീലിച്ചതാണ്. ഓക്കെ, ഈ കണ്ട് ശീലിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ കൂടി പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മാറ്റി ചിന്തിക്കാൻ പറ്റാന്? നമ്മൾ മാറ്റത്തിന് വേണ്ടി വാദിക്കുന്നവരല്ലേ? ഒരു വിഷ്വൽ ഉണ്ട് നമ്മുടെ മനസ്സിൽ, അത് എന്ത് ചെയ്താണ്? പതിഞ്ഞതാണ് അല്ലേ? നാളുകളായിട്ട് കണ്ട് പതിഞ്ഞ കുറെ വിഷ്വൽസ് ഉണ്ട് അല്ലെ? അതിനുശേഷം മുറ്റം തൂക്കുന്നത് ആ ഒരു ഇമേജ് മാറിയത് എന്തുകൊണ്ടാണ്? കുറെ ആളുകളുടെ അവരുടെ വീട്ടില് സ്ത്രീകളല്ലാതെ പുരുഷന്മാർ അത് ചെയ്യുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? മുറ്റം അടിക്കുന്ന കാര്യം അത് ഞാൻ പ്രതീക്ഷിച്ചു. ബാക്കിയൊന്നും നിങ്ങൾ മാറ്റി കാണുന്നത് എനിക്കറിയായിരുന്നു. അത് മാത്രം ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അത് മിക്ക വീടുകളിലും, ചിലടത്ത് അമ്മമാർക്ക് നടുവേദനയൊക്കെയുള്ള വീടുകളിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പുരുഷന്മാര് മുറ്റം തൂക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചാരു കസേരയിൽ അമ്മമാര് വയ്ക്കാറുള്ളത് കൊണ്ടും ആ രണ്ട് ഇമേജിന് വലിയ മാറ്റമൊന്നും എല്ലാവർക്കും വന്നില്ല. അത് ഏകദേശമൊക്കെ പലരും പല രീതിയിൽ തന്നെ കണ്ടു. ഇനിയിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു സാധനം. നമ്മളിപ്പോ ഇവിടെ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടല്ലേ സംസാരിക്കാൻ പോകുന്നത്. ഈ വർഷം ഏതാണെന്നറിയോ? 2024. എന്താ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 47 അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1950 ആണോ മാഷെ? ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ 1950 തൊട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയില് എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ സ്ത്രീ പുരുഷ വേർതിരിവുണ്ടോ? ഇല്ല. അപ്പൊ 1950 പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഇവിടുന്നിട്ട് 2024 പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മാറ്റം വേണ്ടേ? വേണം. അപ്പൊ മാറ്റം വേണ്ട ആളുകളല്ലേ സ്ത്രീനെയും പുരുഷനെയൊക്കെ മാറി കണ്ടത്. മാറ്റം എവിടുന്നാ തുടങ്ങുന്നേ? എവിടുന്നാ? നമ്മൾ ഇന്നാണ് ഒരു വട്ടം കൊണ്ട് ഞാനത് ചോദിച്ചാ മാറ്റി കാണൂലേ? കാണും അല്ലേ? നമ്മുടെ ലേണിങ്ങിന് വലിയൊരു പ്രക്രിയ ഉണ്ട്. നേരത്തെ സാറ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് ലേൺ,
അൺലേൺ റീലേൺ. അതാണ് സയൻസിൽ നടക്കുന്നത്. എന്താണ്? ഒരു സാധനം പഠിക്കുന്നു അല്ലേ, അത് തെറ്റാണ് എപ്പോഴേലും നമുക്ക് ബോധ്യപ്പെടുന്നു, പ്രൂവ് ചെയ്യുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അൺലേൺ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പുതുതായിട്ടൊരു സാധനത്തിന് എന്ത് ചെയ്യണം? റീലേൺ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതായത് നമ്മൾ പഠിച്ച സാധനം എപ്പോഴേലും തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വരുവാണ്, കാണുവാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം? അൺലേൺ ചെയ്യാനും പുതുതായിട്ടൊരു സാധനം റീലേൺ ചെയ്യാനും പഠിക്കണം. ഇനിയിപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ജെൻഡർ സെക്സ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കണോ? കുറച്ച് പേർക്ക് അറിയാവോ? സ്ഥിരമായിട്ട് എല്ലായിടത്തും പറയുന്ന ടൈംസ് ആണ്, അതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ കുഞ്ഞു മക്കൾക്ക് അറിഞ്ഞൊന്നും വരില്ല. അറിയോ ജെൻഡറും സെക്സും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മക്കള്? ഇല്ല. ബാക്കിയുള്ളവര് ഉണ്ട്. ഇപ്പൊ ജെൻഡർ എന്താണ്? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. എക്സാക്ട്ലി. ഇപ്പോഴും ജെൻഡർ സെക്സ് എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എന്ത്? സെക്സും ജെൻഡറും. ബേസിക് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ജനറലൈസ് ചെയ്തിപ്പോൾ എല്ലായിടത്തും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സെക്സ് എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് നമ്മുടെ ബോഡിയുമായിട്ട് ഓറിയന്റ് ചെയ്ത് നമുക്ക് ഏത് ഓർഗൻസ് ആണോ വരുന്നത് അല്ലേ? അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സെക്ഷൽ ഓർഗൻ. പറഞ്ഞാൽ മക്കൾക്ക് എത്രല്ല പഠിക്കണേ? നിങ്ങൾ ഒരു പുരുഷനായിട്ട് ജനിക്കുന്നതും സ്ത്രീയായിട്ട് ജനിക്കുന്നതും പുരുഷന് സ്ത്രീ എന്നുള്ള ഒരു കാൽക്കുലേഷൻ സെക്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏത് ഓർഗൻ ആണോ നിങ്ങളൊപ്പം ഉള്ളത് അതനുസരിച്ചിട്ടാണ് സെക്സ് ആണോ, സെക്സ് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് ജെൻഡർ ആണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച സ്ത്രീ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച പുരുഷൻ എന്ന് പറയുന്നതോ ആ ഒരു ഫേസിൽ തന്നെ ആളുകൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, നിലനിൽക്കണം എന്നില്ല. അതിൽ പറഞ്ഞ പോലെ സൊസൈറ്റി ഒരു ഘടകമാണ്. അവര് ഇപ്പം ചില ആളുകൾ ഒരു സർട്ടൺ ഏജ് എത്തുമ്പോൾ 18 വയസ്സൊന്നും ഇല്ല, ചില ആളുകൾ ചിലപ്പോൾ ഒരു 10 വയസ്സാകുമ്പോൾ തൊട്ട് അവർക്ക് തോന്നും ഞാൻ പുരുഷനായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പുരുഷനായിരിക്കണം എന്നില്ല, അല്ല ഞാൻ സ്ത്രീ ആയിട്ടാണ് എൻ്റെ ഫുൾ അപ്പിയറൻസ് എങ്കിലും ഞാൻ സ്ത്രീ ആയിരിക്കണം എന്നില്ല. അങ്ങനെ നമ്മുടെ ജെൻഡറിലൊക്കെ പല വ്യത്യാസവും നമുക്ക് വരും. പക്ഷെ സെക്സ് എന്നുള്ളത് എന്താണ്? ഒരു സ്റ്റേജ് വരെ, സർട്ടൺ സ്റ്റേജ് വരെ നമ്മൾ പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ മെഡിക്കലായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയും അല്ലെങ്കിൽ ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ 2 സാധനമേ പറയാറുള്ളൂ എപ്പോഴും, മെയിലും ഫീമെയിലും. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇപ്പൊ മൊത്തത്തിൽ നമ്മളൊരു ടൈം പറയും LGBTQI, QQ എന്നുണ്ട്, QQIA, പിന്നെ +++. കുറെ ഉണ്ട് അല്ലേ? അതിൽ എല്ലാം എന്താണെന്നറിയോ? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡറിൽ തന്നെ എന്ത് വരും? ഒരുപാട് വരും. ട്രാൻസ് വുമൻ വരും, ട്രാൻസ് മെൻ വരും, പിന്നെ N നമ്പേഴ്സ് ഉണ്ട് ട്രാൻസ്ജെൻഡർ തന്നെ. ഓക്കെ, ഇനി Q. ആദ്യത്തെ Q എന്താണ്? ക്യൂറിന്റെ Q ഉണ്ട്, പിന്നെ ഒരു Q+ ഉണ്ട്, Q+ ഉണ്ട്. പിന്നെ ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂർ എന്ന് പറഞ്ഞാല് ഇപ്പം നമുക്ക് ഇതിന് പലതായിട്ട് നമുക്ക് അലിയുണ്ടാവും അല്ലെ? പല പല ജെൻഡറുള്ള ആളുകളെ ഇതിന് പലതും ആവാം. നമ്മള് എല്ലാം കൂടെ മൊത്തത്തിൽ ചേർന്നിട്ട് നമ്മൾ ക്യൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു അംബർല ടൈം എന്ന് നമുക്ക് പറയാം ക്യൂർ എന്ന് പറയുന്നതിന്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോക്കാം. ഇപ്പൊ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്യൂർ എന്ന് പറയുന്നത് ഒരു അംബർല ടൈം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനുണ്ടല്ലോ പലതും വരും. ഓക്കെ, അത് നമ്മൾ മൊത്തത്തിൽ ഒരു അംബർല ടൈം. ഇപ്പൊ നമ്മുടെ ഒരു സാധനത്തിന് അംബർല ടൈം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു അംബർല അടിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ ക്യൂർ എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. പിന്നെ QI ഉണ്ട്. I എന്താണ്? I ആണ് നേരത്തെ പറഞ്ഞേ ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ ഇന്റർസെക്സ്? ചില ആളുകൾ നമ്മൾ പറഞ്ഞല്ലേ ജനിക്കുമ്പോൾ ഒന്നെങ്കിൽ പുരുഷന്റെ സെക്സ് ഓർഗൻ ആയിരിക്കും അല്ലെങ്കിൽ സ്ത്രീയുടെ സെക്സ് ഓർഗൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് രണ്ടും ചില ആളുകൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ രണ്ടും വിസിബിൾ ആയിരിക്കും, ചിലപ്പം ഏതെങ്കിലും ഒരെണ്ണേ വിസിബിൾ ആകത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ജെൻഡർ ഓറിയന്റേഷൻ ഏതാണോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, QI. ഇനി A ഉണ്ട്. A എന്താന്ന് കേട്ടിട്ടുണ്ടോ? അസെക്ഷൽ. അസെക്ഷൽ എന്താണ്? അസെക്ഷൽ നമ്മൾ പറയുമ്പോൾ സെക്ഷൽ, അതായത് നമ്മൾ സെക്ഷൽ ആയിട്ട് ഒരു ജെൻഡറിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, ഒരു സെക്സിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഫീലിങ്സ് അവിടെ പോകുന്നില്ല.
നമുക്ക് ലവ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും എല്ലാ ജെൻഡറിനോടും, അല്ലെങ്കിൽ നമുക്ക് ആരോടാണെന്ന് വെച്ചാൽ തോന്നുന്നത് വെച്ചാൽ ചിലപ്പം ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും, അത് ആരോടും ആവാം. പക്ഷെ സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് നമുക്ക് എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഒരു പാൻ സെക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാൻ സെക്ഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒത്തിരി സെക്ഷുവാലിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പാൻ സെക്ഷൻ കൊണ്ട് നിർത്തും, അതിന്റെ പിന്നെ അങ്ങോട്ട് പ്ലസ് പ്ലസ് ആണ്, അതിനെക്കുറിച്ച് എനിക്കും ധാരണയില്ല അധികം. അപ്പൊ പാൻ സെക്ഷൻ വരെ പറഞ്ഞ് ഞാൻ നിർത്താം. പാൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആരോടും നമുക്ക് താല്പര്യം തോന്നും, ഇന്ന കാറ്റഗറി എന്നില്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ താല്പര്യം തോന്നുന്ന ആരോടായിരിക്കും? ഒരു പുരുഷനോടായിരിക്കും, ചിലപ്പോൾ ഒരു സ്ത്രീയോടായിരിക്കും, ചിലപ്പോൾ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളോടായിരിക്കും, ചിലപ്പോൾ ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകളോടായിരിക്കും. ഇന്ന ആള് ലെസ്ബിയൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് താല്പര്യം തോന്നുന്നു, ചിലപ്പോൾ നമുക്ക് താല്പര്യം തോന്നുന്നത് ഗേ ആയിരിക്കും. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രബോധം എന്നുള്ള കാര്യങ്ങളാണെങ്കിലും ഈ വെളിയിലേക്കൊക്കെയുള്ള ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണെങ്കിലും ജെൻഡറിനെ കുറിച്ചിട്ടാണെങ്കിലും ഈ പറയുന്ന സയൻസ് പരമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ എത്രത്തോളം ധാരണയും ബോധമൊക്കെ ഉണ്ടെന്ന് ഡീപ്പായിട്ട് അവർക്ക് നല്ല നോളജ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ഓറിയന്റേഷൻ വളരെ കുറവാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മുക്കാൽ ആളുകളും ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുറെ കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഗെയിം കളിക്കാനാണ്, അല്ലെങ്കിൽ ഫോണിലുള്ള ബാക്കി പരിപാടി കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പൊ പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെളിയിൽ നിന്നുള്ള ഫോറിനേഴ്സ് കുട്ടികളിലേക്ക് ഈ പറഞ്ഞ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓറിയന്റേഷൻസ് ആണെങ്കിൽ ഇതുപോലെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുപ്രായത്തിലെ കൃത്യമായിട്ട് ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അതില്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരും കാലഘട്ടത്തിലായിട്ട് മാറ്റം വരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ കൂടെ ഒക്കെ ആ മാറ്റങ്ങൾ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ അത്രയും ഐഡന്റിറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലേ, ജെൻഡർ ഐഡന്റിറ്റീസ്. ഇനി ഇതിനകത്ത് എവിടെയാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ച് പറയേണ്ടത്? നമ്മളെപ്പോഴും ജെൻഡർ ഇക്വാലിറ്റി വരുമ്പോൾ രണ്ടാളുകളെ ചിന്തിക്കുന്നുള്ളൂ, ആണോ? ആരാ? ആ, മെയില് ഫീമെയില്. ആ മെയില് ഫീമെയില് മാത്രമാണോ നമ്മൾ ഇനി തൊട്ട് ജെൻഡർ ഇക്വാലിറ്റി പറയുമ്പോൾ ചിന്തിക്കുന്നത്? ആണോ? ഞാനിപ്പോ ഇത്രയും ആളുകൾ എവിടെ വരുന്നതാണ്? ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഫെമിനിസം പോട്ടെ ഇക്വാലിറ്റി വരണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഫെമിനിസം പോട്ടെ ഇക്വാലിറ്റി വരട്ടെ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഫെമിനിസം ആണെങ്കിലും ഇക്വാലിറ്റി ആണെങ്കിലും വിഷമത്തോടെ തന്നെ ഞാൻ പറയാം, എമ്മ വാട്സപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പറയുന്നുണ്ട് ഇക്വാലിറ്റി വരട്ടെ ഫെമിനിസം പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമത്തോടെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഫെമിനിസം പറയുന്ന അതേ സാധനമാണ് ഇക്വാലിറ്റി എന്നുള്ളത്. അത് എമ്മ വാട്സൺ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആരാണ് എപ്പോഴും ഇക്വാലിറ്റി വേണമെന്ന് പറയേണ്ടത്? ആരാ പറയണ്ടേ? കിട്ടാത്ത ആളുകളാണ് പറയേണ്ടത് അല്ലേ? ആണോ? കിട്ടാത്ത ആളുകൾ മാത്രം പറഞ്ഞാൽ മതി ഇക്വാലിറ്റി വേണമെന്ന്? ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ആര് പറയണം? എല്ലാവരും പറയണം അല്ലേ? ഈ പ്രിവിലേജ് എന്ന് കേട്ടിട്ടില്ലേ? പ്രിവിലേജ് എന്താ? നമ്മൾ അനുഭവിക്കുന്ന കുറെ സൗകര്യങ്ങൾ അല്ലെ, അതാണ് പ്രിവിലേജ്. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് അല്ലേ? ആണ്. എനിക്ക് ഇവിടെ മൈക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു പ്രിവിലേജ് ആണ്. അപ്പം അങ്ങനെ ഓരോരോ പ്രിവിലേജ് ഓരോ മനുഷ്യന്മാർക്കും ഉണ്ട്. അപ്പം ഈ പ്രിവിലേജിൽ അല്ലാത്ത ആളുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അണ്ടർ പ്രിവിലേജിലാണ് സ്ത്രീകൾ അല്ലെ? അപ്പൊ എപ്പോഴും നമ്മൾ ഇക്വാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമാണ് ഇക്വാലിറ്റി വരേണ്ടത്. ഓക്കെ, സ്ത്രീകളോ അണ്ടർ പ്രിവിലേജിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, കാസ്റ്റിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഒരു പടി താഴ്ന്ന കാസ്റ്റിലുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തുമായിരിക്കും? ഇപ്പൊ സ്ത്രീകൾ മാത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ മാറുമോ? ഇക്വാലിറ്റിയുടെ മാറുമോ? സ്ത്രീകൾക്ക് ഇക്വാലിറ്റി വേണോ? സ്ത്രീകൾ അവിടെ വന്നു അപ്പോഴും ഒരു ഇക്വാലിറ്റി ആവുമോ? അവിടെ പിന്നെ എന്തിന്റെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപാട് ടൈം വന്ന് ഇത് പറയുന്നുണ്ടല്ലോ, ഒന്നും കിട്ടുന്നുണ്ടോ? ഇന്റർസെക്ഷൻ കേട്ടിട്ടില്ലേ? ഇന്റർസെക്ഷൻ അങ്ങനത്തെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇന്റർസെക്ഷൻ എന്താണ്? ഇന്റർസെക്ഷൻ എന്താണ്? ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഫെമിനിസം എപ്പോഴും പറയുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഫോറിൻ കൺട്രികളിലേക്ക് അല്ലേ, യൂറോപ്പിലേക്കൊക്കെ ആയിരിക്കും പോകുന്നതൊക്കെ. ഓക്കെ, അപ്പൊ അവിടെ സ്ത്രീകൾ ഫെമിനിസം പറയുന്നു. ഓക്കെ,
ആദ്യം ഫെമിനിസം അല്ലെ ഇക്വാലിറ്റിയുടെ കാര്യം, ഇക്വാലിറ്റി എന്ന് തന്നെ പറയാം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് നമ്മൾ ഫെമിനിസം ഇക്വാലിറ്റി എല്ലാ സാധനവും ചേർത്തൊന്ന് സംസാരിക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ യൂറോപ്പിൽ സ്ത്രീകൾ വന്ന് പറയുന്നു. ഇത് ഞാനൊരു ടെഡ് ടോക്ക് കണ്ടതിന്റെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പറയാണ്. അപ്പം 3 ആളുകൾ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ പറയാണ്, ഞാൻ ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നു. അപ്പൊ അവരൊരു കണ്ണാട്ട് മുന്നിട്ട് നിന്നിട്ട് അവരൊരു ബ്ലാക്ക് വിമണോട് ചോദിക്കുകയാണ്. ആദ്യം വൈറ്റ് വിമണാണ് ഉത്തരം പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും കണ്ണാടി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വിമനെയാണ്, അല്ലാതെ ഞാൻ എന്നൊരു വ്യക്തിയല്ല. ഞാൻ മൊത്തത്തിൽ ഒരു ആഗോളത്തിലുള്ള വിമനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൊരു വിമനെയാണ് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ കാണുന്നത് എന്നൊരു സ്ത്രീ പറഞ്ഞു. അപ്പൊ ഇതേ ചോദ്യം തന്നെ അവിടെ നിന്ന് ബ്ലാക്ക് വിമനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ കാണുന്നത് ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ മറ്റേ സ്ത്രീ, അതെന്താ അങ്ങനെ? കാരണം അവർക്ക് അവിടെ ഓൾറെഡി ഒരു പ്രിവിലേജ് ഉണ്ട്. എന്താണ്? അവർ വൈറ്റ് ആണ്. മറ്റെന്ന് പറയുമ്പോ എന്താണ്? അവർ ബ്ലാക്ക് ആണ്. അപ്പൊ ഈ വൈറ്റ് സ്ത്രീ അനുഭവിക്കുന്ന അതേ അവഗണനയും ഇനിക്വാലിറ്റി ആയിരിക്കുമോ ബ്ലാക്ക് ആയിട്ടുള്ള ഒരാൾ അനുഭവിക്കുന്നത്? അതെന്താണ്? എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഇക്വാലിറ്റിയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥാനത്താണ് നമ്മൾ പുരുഷന്മാരോട് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അനുഭവിക്കാത്ത പലതും എന്താണ് എപ്പോഴും നമുക്ക് കെട്ടുകഥകൾ അല്ല. ആര് പറഞ്ഞതാ? ബെന്യാമിൻ പറഞ്ഞതാ. അപ്പൊ ഒരാൾ വന്നിട്ട് ഇപ്പൊ ഞാനിവിടെ ഘോരഘോരം വന്നു കഴിഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇന്നത് അനുഭവിച്ചു, അതനുഭവിച്ചു, ഇതനുഭവിച്ചു, ഒക്കെ ഞാൻ അനുഭവിച്ചു. പക്ഷെ ഇത് അനുഭവിച്ച ഒരാൾ അപ്പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ ആൾക്ക് എന്ത് ചെയ്ത് മനസ്സിലാവും? അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് അത് ഓപ്പോസിറ്റ് നിന്ന് അനുഭവിച്ച ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ മാത്രമേ ഉണ്ടാവും ആൾക്ക് മനസ്സിലാവും. അപ്പം ഇതൊന്നും അനുഭവിക്കാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കുറെ പ്രിവിലേജ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ പ്രിവിലേജ് ഉണ്ട് നമുക്ക് അല്ലെ. നമ്മൾ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും നിൽക്കുന്നത് അല്ലെ. നമ്മുടെ ചുറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ ആളുകൾ ഉണ്ടായിരിക്കും, നമുക്ക് സമയാസമയം ഭക്ഷണം കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. വർത്തമീന്റെ കാര്യമൊക്കെ നമ്മൾ കേരളത്തിലെ ഇക്വാലിറ്റിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം റിമയുടെ വർത്തമീനിലേക്ക് പോകും. അത് ഇന്നും കേരള സമൂഹത്തിലുള്ള മിക്ക വീടുകളുടെ റിയാലിറ്റി അല്ലേ അല്ലേ. വീട്ടിൽ 2 മുന്തിയ വലിയ മീനും ഒരു ചെറിയ മീനും ഉണ്ടെങ്കിൽ ആ മുന്തിയ 2 വലിയ മീൻ ആർക്ക് ആദ്യം പോന്നേ? വീട്ടിലെ പുരുഷന്മാർക്കാണ്. നമ്മൾ അംഗീകരിക്കാൻ വലിയ പാടാണ് നമുക്ക്, അതൊരു സത്യമാണ്. അപ്പം അല്ലേ, അങ്ങനല്ലേ? അങ്ങനല്ല, അങ്ങനെ എല്ലാത്ത വീടുകളും ഉണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു, എന്റെ വീട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് വരെ എന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒറ്റയ്ക്കാണ്. നമ്മൾ കുറെ കഴിഞ്ഞ് സംസാരിച്ച് ഇപ്പൊ നമ്മളൊക്കെ ആ കിച്ചണിലേക്ക് നോക്കുമ്പോൾ 2 ആളുകൾ നിൽക്കുന്നതാണ്. ഞാൻ ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് അവിടെ നിൽക്കുന്നത് കാണാം. അമ്മയ്ക്ക് ആവശ്യമുള്ളത് അച്ഛൻ ചെയ്തു കൊടുക്കും. അല്ല ഇപ്പൊ അമ്മ രാത്രി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ടയർഡാണെന്നുണ്ടെങ്കിൽ ദോശ ചുട്ട് ചമ്മന്തി അടക്കം, ഞാനിപ്പം അങ്കമാലിലായിരിക്കും, ഞാൻ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും എന്ന് എനിക്കടക്കമുള്ള ദോശയും ചമ്മന്തി അരച്ച് ടേബിളിന് മുന്നിൽ കൊണ്ടുവച്ച് തരും, അച്ഛൻ വെച്ച് തരും. അത് ജനിച്ചപ്പോൾ തൊട്ടാണ് അച്ഛൻ അങ്ങനല്ല. നമ്മൾ ഈ ഡെമോക്രസിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയും, ഡെമോക്രസി ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടുന്ന? ഈ ഭയങ്കരമായിട്ട് നമ്മൾ പ്രോഗ്രസീവ് സ്പേസിൽ നിന്ന് സംസാരിക്കുന്നവരും ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവസ്ഥ എന്തായിരിക്കും? എല്ലാം പഴയ പോലെ. അതെന്തായിരിക്കും? അതൊരു കോട്ടാണ്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ കോട്ട് അയച്ച് കഥകിന്റെ വെളിയിലിടും, എന്നിട്ട് ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ഇക്വാലിറ്റിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീടുകൾ ഡെമോക്രാറ്റിക് ആണോ? നമ്മുടെ വീടുകളിൽ ആളുകൾ എങ്ങനെയാണ് പരസ്പരം ഇടപെടുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു സാധനം നമുക്ക് അമ്മയോ നമ്മുടെ പെങ്ങളോ എടുത്തു തന്നിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ? ഈ നേരത്തെ നമ്മൾ റോൾസ്, ഈ ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ജെൻഡറിന്റെ സാധനം വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ജെൻഡർ റോൾസ്. ജെൻഡർ റോൾ എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? ജെൻഡർ റോള്, നമുക്കൊരു റോള് കിട്ടുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യാന്ന് പറയത്തില്ലേ, ആ റോള്. ആ സാധനമാണ് നമ്മുടെ നാട്ടിൽ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും അല്ലെ. ഓരോ ആളുകൾക്ക് എന്തുണ്ട്? ഓരോ റോളുണ്ട്. ആ റോളാണ് ഓരോ ആളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്ന റോളിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? പറ, കേക്കട്ടെ. സൊസൈറ്റി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് റോളുകളുണ്ട്. അതിൽ മെയിനായിട്ട് എന്തൊക്കെയാ? അടുക്കളയാണ് മെയിൻ റോൾ അല്ലെ. അടുക്കളയിലല്ലേ എല്ലാ റോളും. പിന്നെ ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്യേണ്ട
റെസ്പോൺസിബിലിറ്റി സ്ത്രീക്കാണ്. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ എന്താണ് റോള്? വീട്ടുകാര്യങ്ങൾ നോക്കുക, ആ പണിക്ക് പോകണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇല്ല, അത്രയുള്ള റൂൾസ്. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പൊതുവെ ഇക്വാലിറ്റി പറയുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ്, ഭാരമാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പണിക്ക് പോയിട്ടുണ്ടോ? നീ കാറ്ററിങ്ങിന് പോയിട്ടുണ്ടോ? നിനക്ക് ഇന്ന് ചിലക്കാം, നീ പോയിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. ഈ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിന് 6 മണിക്ക് ശേഷം ഏതെങ്കിലും പെമ്പിള്ളേരെ വീട്ടിന് വേണ്ടി വിടുവോ? ആമ്പിള്ളേര് പോയിട്ട് വന്നാൽ ചോദിക്കും എവിടെയാണ്. ചിലപ്പോൾ ചോദിക്കരുത് നീ എന്താ താമസിച്ചെന്ന് ചോദിക്കും. ഇതൊന്നും അല്ലെങ്കിൽ 2 തല്ലല്ലേ ആദ്യം, അല്ലാതെ പിറ്റേ ദിവസം വീട്ടിൽ പൂട്ടിയിടുവോ? ഈ 6 മണിക്ക് വന്നില്ലെങ്കിൽ എന്നുള്ളൊരു പ്രഷർ ഉണ്ടോ? ഏതൊരു പുരുഷൻ ഒരു പരിധി കൂടുതൽ അങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോ സ്ത്രീകൾക്കും എന്തുണ്ട്, അത് കൃത്യമായിട്ട് ഉണ്ട്. പണ്ട് എൻ്റെ പ്രഷർ പോയിന്റ് 6 മണിയായിരുന്നു, പിന്നെ ഞാനത് പൊളിച്ചെഴുതി ഒരു 8 മണിയാക്കി, പിന്നെ അത് പൊളിച്ചെഴുതി 12 മണിയാക്കി. ഇപ്പൊ സമയമില്ല. അപ്പൊ അങ്ങനെ പതിയെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒന്നും പൊളിച്ചെഴുതാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പം ഈ ഇക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളും നമ്മുടെ ചുറ്റും ഇരിക്കുന്ന സ്പേസും അതാദ്യം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. എന്ത് സാധനത്തിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കണം. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, കൃത്യമായിട്ട് വിലയിരുത്താൻ. നമ്മൾ എങ്ങനെയാണെന്നും നമ്മളോട് ബാക്കിയുള്ളവർ എങ്ങനെയാണെന്നും നമ്മുടെ ചുറ്റുമുള്ള സ്പേസ് എങ്ങനെയാണെന്നും ഒക്കെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാലേ ഈ പറയുന്ന ഇക്വാലിറ്റി പോലുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ പറയല്ലേ, ഇക്വാലിറ്റി ഒക്കെ വീട്ടിലോട്ട് ഇരുന്ന് എന്തോ സംഭവിക്കുന്നത് മിക്ക ആളുകളുടെയും. ഇക്വാലിറ്റി ഒക്കെ എവിടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫെമിനിസവും ഇക്വാലിറ്റി ഒക്കെ പറഞ്ഞൊരു 7 മണിക്കപ്പുറം ഇല്ല. അതെന്താണ്, നമ്മുടെ സമൂഹം നേരത്തെ പറഞ്ഞ ജെൻഡർ റോൾസിൽ കരുതി വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ. 6 മണിക്ക് ശേഷം ഈ പറഞ്ഞ പൊതുസ്ഥലങ്ങളൊന്നും ആർക്ക് സേഫ് അല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും സേഫ് അല്ല. എന്തുകൊണ്ടാണ് സേഫ് അല്ലാത്തത്? നിങ്ങളൊക്കെ ഇത് അനുഭവിക്കുന്നവരല്ലേ, കേൾക്കുന്നവരല്ലേ, നിരന്തരം കേട്ടിട്ടുള്ളവരല്ലേ. ചിലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ കേൾക്കുന്നില്ലായിരിക്കും. എന്തുകൊണ്ടല്ല? സ്ത്രീ പീഡനം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക. പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞല്ലേ, ഈ പറയുന്ന ഒരു സമയത്തിന് ശേഷം നമ്മുടെ നേരത്തുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ ആരാണ്? പുരുഷന്മാരല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീൽസ് പോലെ ഞാൻ ഫോണിൽ കണ്ടതാണ്. അതായത് പുരുഷന്മാര് എന്ന് പറഞ്ഞിട്ട് എന്താണ്, എന്നെ വിശ്വസിക്കും, അല്ലെങ്കിൽ എന്താണ് എന്നെ ഇങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ കുറെ സാധനം പറയണം. അപ്പൊ അപ്പുറത്ത് തന്നെ ഒരു പുരുഷൻ തന്നെ പറയാണ്, അതായത് നേരത്തെ പറയുന്നത് ഒരു സ്ത്രീയോട് നോർമലി പറയുന്ന ഒരു സാധനം, രണ്ടാമത് വീട്ടിലുള്ള അമ്മയോടും പെങ്ങന്മാരോടും പറയാണ്, ഒറ്റൊരുത്തിനെ വിശ്വസിക്കാൻ കൊള്ളതില്ല, എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. ഇത് രണ്ടും പറയുന്ന ആരാണ്? പുരുഷന്മാർ തന്നെ പറയുന്ന സാധനങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ടൈം കഴിയുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആരെയാണ്? ഈ നിരത്തുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്രിയാർക്കിയുടെ കൺട്രോളിലാണ് അല്ലെ. സ്റ്റിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഇക്വാലിറ്റി ഉള്ള ഒരു സമൂഹത്തിലാണ്, ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാട്രിയാർക്കി തന്നെയാണ്. എല്ലാ അവസരങ്ങളിലും എല്ലാ സാധ്യതകളിലും എല്ലാം എങ്ങനെയാണ്? പാട്രിയാർക്കിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നടന്നു പോകുന്നതും. പാട്രിയാർക്കിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും നിലനിൽക്കുന്നതും അല്ലെ. ഇതില്ലാന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു ടീച്ചറുണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD. ടീച്ചർ ഭയങ്കര പ്രിവിലേജ്ഡാണ്. ടീച്ചർ അതുപോലൊരു മുന്തിയ തറവാട്ടിൽ ജനിച്ച് അതേപോലെ കുഞ്ഞിനെ തൊട്ട് കുറെ കാര്യങ്ങളൊക്കെ കിട്ടി വളർന്നിട്ട് ടീച്ചറിന് എപ്പോഴും സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്പേസിൽ നിന്നിട്ട് ടീച്ചർ ചോദിക്കുകയാണ്, എവിടെയാണ് സ്ത്രീകൾക്ക് കസേര കിട്ടാത്തത്? ഞാൻ വരുമ്പോൾ എനിക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടുമല്ലോ. ടീച്ചർ വരുമ്പോൾ ടീച്ചറിന് ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടുന്നുണ്ട് എന്നതിനർത്ഥം ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണോ? അല്ല. അങ്ങനെയാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തത് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പൊസിഷനിലിരിക്കുന്ന പവറിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്കൊരു മാറ്റം കൊണ്ടുവരാൻ സമൂഹത്തിൽ പറ്റും. അവർ പറയുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന പല പ്രവൃത്തിയും ഒരു തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റിന്റെ രീതിയിലാണ്. പക്ഷെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഡീപ് ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു പാട്രിയാർക്കൽ പ്രൊഡക്റ്റ് ആണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബാനർ കെട്ടാൻ നമുക്ക് കസേരയിൽ കയറാൻ പറ്റൂല, അവിടെ ആമ്പിള്ളേര് ചെയ്തോളൂ, പെൺപിള്ളേര് കസേരയിലൊന്നും കയറണ്ട. ഓക്കെ, നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇതുപോലാണ് നമ്മുടെ ഓരോ സ്പേസസും നമുക്ക് ചുറ്റിലും ഉള്ളത്. ഇനി ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറുമോ?
മാറുമോ? ഇന്ന് എന്നിട്ട് വീട്ടിൽ ചെന്ന് ഘോരം പ്രസംഗിച്ചാൽ മാറുമോ? നമ്മൾ ഇന്നിത് പറയും, നാളെ പഴയ പോലെ തന്നെ ആയിരിക്കും അല്ലേ? നാളെ പറയും, മറ്റന്നാളും പഴയ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ അതിനുശേഷം ഒരു 3-5 വട്ടം പറയുമ്പോൾ ചിലപ്പം എന്താണ്, എന്തേലും ഒരു മാറ്റം